ജ്യോതിഷത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? പലരും രത്നം ധരിക്കുന്നത് കാണാറുണ്ട്. അത് ശരിയാണോ, നമുക്കത് സഹായകമാണോ എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് അല്ലേ? അപ്പോൾ പരമഹംസ യോഗാനന്ദന്റെ യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിന്റെ 16-ാമത്തെ അധ്യായം ഗ്രഹനിലയെ വെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ജാതകത്തിൽ പറയണതൊക്കെ ശരിയാണോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നാറുണ്ട് അല്ലേ? നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ എല്ലാം വിധി അനുസരിച്ചാണോ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഈ പുസ്തകത്തിൽ അതിനെ പറ്റിയിട്ട് എന്താ പറയണേന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടെ പറയുന്നത്, ഗ്രഹനിലയെ വെല്ലുക എന്ന ഭാഗത്ത് പറയുന്നത് പുരാതന ജ്യോതിഷ ശാസ്ത്രത്തെ ഇന്നത്തെ അതിന്റെ അവമതിക്ക് പാത്രമാക്കിയത് കപട ജ്യോത്സ്യന്മാരാണ് എന്നുള്ളതാണ് പറയുന്നത്. ജ്യോതിഷം ഗണിതശാസ്ത്രപരമായും ദാർശനികമായും അത്യന്തം വിപുലമാണ്. അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രമാണ് അത് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. വിവരം കെട്ട ആൾക്കാര് നഭോമണ്ഡലത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവിടെ ഒരു കുറിപ്പിന് പകരം ഒരു കുറിപ്പടി കാണുകയും ചെയ്യുകയാണെങ്കിൽ ഈ അപൂർണമായ ലോകത്ത് അത്രയ്ക്ക് തന്നെ പ്രതീക്ഷിക്കാനുള്ളൂ, അത്രയ്ക്കൊക്കെ പാണ്ഡിത്യമുള്ളവരുള്ളൂ ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ്. ഈ പുസ്തകം എഴുതിയ കാലത്ത് ആയാലും ഇന്നത്തെ കാലത്തായാലും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല അല്ലെ? അപ്പോൾ വിദ്വത്വത്തെ വിദ്വാൻമാരോടൊപ്പം നാം തള്ളിക്കളഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. സൃഷ്ടിയുടെ എല്ലാ അംശങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയും അവ പരസ്പരം സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ സന്തുലിതമായ താളക്രമം അന്യോന്യതയിൽ അധിഷ്ഠിതമാണ്. ഗ്രഹങ്ങളുടെ പ്രേരണകളോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തിന്റെ പഠനമാണ് ജ്യോതിഷം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജ്യോതിർഗോളങ്ങൾക്ക് ബോധപൂർവമായ നന്മയോ തിന്മയോ ഇല്ല. അവ ഗുണമോ ദോഷമോ ആയ പ്രസരണങ്ങൾ പുറപ്പെടുവിക്കുക മാത്രം ചെയ്യുന്നു. അവ സ്വയം മനുഷ്യരാശിയെ സഹായിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല. കഴിഞ്ഞ കാലത്ത് ഓരോ മനുഷ്യനും തുടങ്ങിവെച്ച കാര്യകാരണങ്ങളുടെ സന്തുലന പ്രവർത്തനത്തിന് അത് നിയാമകമായ ഒരു മാർഗം തുറന്നു കൊടുക്കുന്നു. തൻ്റെ വ്യക്തിഗത കർമ്മത്തോട് ജ്യോതിർഗോളങ്ങളുടെ കിരണങ്ങൾ ശാസ്ത്രീയമായി പൊരുത്തപ്പെടുന്ന ദിവസത്തിലും സമയത്തിലുമാണ് ഒരു കുഞ്ഞ് ജനിക്കുക എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. തൻ്റെ തിരുത്താനാവാത്ത ഭൂതകാലത്തിൻ്റെയും സംഭാവ്യമായ ഭാവി ഫലങ്ങളുടെയും വെല്ലുവിളി ഉയർത്തുന്ന ചിത്രമാണ് അവന്റെ ജാതകം. എന്നാൽ ജനന സമയത്തെ ഗ്രഹനില ശരിയായി വ്യാഖ്യാനിക്കാൻ ഉൾക്കാഴ്ചയോടുകൂടിയ അറിവുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരക്കാര് അപൂർവമാണ് എന്നാണ് പറയുന്നത്. ജനന സമയത്ത് നഭോമണ്ഡലത്തിൽ തിളങ്ങുന്ന ലിപികളാൽ കുറിച്ച സന്ദേശം തിരുത്താനാവാത്ത വിധിയെ, തൻ്റെ കഴിഞ്ഞകാല പുണ്യപാപങ്ങളുടെ കർമ്മഫലത്തെ ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് തൻ്റെ സാർവത്രികമായ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യന്റെ നിശ്ചയ ബുദ്ധിയെ ഉണർത്താനായിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. താൻ ചെയ്തത് തനിക്ക് തിരുത്താൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളുടെ കാരണഭൂതൻ താനല്ലാതെ, അതായത് സ്വയമല്ലാതെ വേറെ ആരുമല്ല, മറ്റാരുമല്ല എന്നാണ് പറയുന്നത്. ഏതു പരിമിതിയെയും ഒരു മനുഷ്യന് തരണം ചെയ്യാൻ സാധിക്കും. പ്രാഥമികമായി അത് തൻ്റെ കർമ്മഫലമായി താൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് എന്ന് മനസ്സിലാക്കുക. പോരെങ്കിൽ ജ്യോതിർഗോളങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമല്ലാത്ത ആത്മീയ സമ്പത്ത് മനുഷ്യനുണ്ട്. ജ്യോതിഷത്തോടുള്ള അന്ധജടിലമായ വിശ്വാസം, അന്ധമായ വിശ്വാസം, ഭയം നമ്മളെ യാന്ത്രിക നിയന്ത്രണത്തിന് അടിമയെ പോലെ വഴങ്ങുന്ന ഒരു യന്ത്രപ്പാവയാക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് ജാതകത്തിൽ പറഞ്ഞത് അതേപോലെ സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ വിധി പോലെ വരുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ നിഷ്ക്രിയരായിട്ട് ഇരുന്നു പോകും. അപ്പൊ നമുക്കൊന്നും പ്രവർത്തിക്കാനില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അതേ സമയത്ത് അത് നമ്മുടെ കർമ്മഫലം നമുക്ക് തിരുത്താൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്.
തന്റെ വിധേയത്വം സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു യഥാർത്ഥ ബുദ്ധിമാൻ തന്റെ ഗ്രഹനിലയെ, അതായത് ഭൂതകാലത്തെ പരാജയപ്പെടുത്തുന്നു. ആത്മാവുമായുള്ള ഐക്യം എത്ര കണ്ട് അവൻ തിരിച്ചറിയുന്നുവോ അത്രത്തോളം കുറച്ചു മാത്രം ജഡവസ്തുക്കൾ അവനെ നിയന്ത്രിക്കുന്നു. ആത്മാവ് നിതാന്തമായി സ്വതന്ത്രമാണ്. അതിന് മരണമില്ല, കാരണം അതിന് ജനനവും ഇല്ല. ജ്യോതിർഗോളങ്ങൾക്ക് അതിനെ ഒരു ചട്ടക്കൂടില് ഒതുക്കാനും സാധിക്കില്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മാവാണ്. അതിന് ഒരു നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ശരീരമുണ്ട്. അപ്പോൾ തൻ്റെ ആത്മബോധം നേരെയാവുമ്പോൾ ഒഴിവില്ലാത്ത ജനന മരണങ്ങളുടെ പരിവൃത്തിയെ മനുഷ്യൻ പിന്തള്ളുന്നു. സർവ്വസാധാരണമായ ആത്മവിസ്മൃതിയുടെ അവസ്ഥയിൽ കുഴങ്ങി കഴിയുന്ന കാലത്തോളം ചുറ്റുപാടുകളുടെ ഇന്ദ്രിയ ഗോചരമല്ലാത്ത ചങ്ങലകള് മനുഷ്യൻ അറിയേണ്ടി വരും. ഈശ്വരൻ മധുരമായ ഏകതയുടെ സമഞ്ജസമായ സമ്മേളനമാണ്. അദ്ദേഹവുമായി ഏകതയിലെത്തിയ സാധകൻ ഒരിക്കലും അനുചിതമായ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. ജ്യോതിഷ നിയമങ്ങൾക്ക് അനുസൃതമാക്കത്തക്കവണ്ണം ശരിയായും സ്വാഭാവികമായും അവന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രിതമായിരിക്കും. അഗാധമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ശേഷം ഒരാൾ തൻ്റെ ദൈവീകമായ ആധ്യാത്മബോധവുമായി സമ്പർക്കത്തിലായിരിക്കും. ആ ആന്തരിക സംരക്ഷണത്തെക്കാൾ മഹത്തായി വേറെ ഒരു ശക്തിയുമില്ല. അപ്പോ യോഗാനന്ദന് പരമഹംസ യോഗാനന്ദജിക്ക് അദ്ദേഹത്തിന്റെ ഗുരുജി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തില്, ഈ അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ പരമഹംസ യോഗാനന്ദജി ഗുരുവിനോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ജ്യോതിഷ വിധി പ്രകാരമുള്ള ഒരു വള ധരിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അങ്ങ് എന്നെ പ്രേരിപ്പിക്കുന്നത്, എന്തിനാണ് എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോ ഗുരുജി കൊടുക്കുന്ന മറുപടിയാണ് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു സഞ്ചാരി ലക്ഷ്യസ്ഥാനം എത്തുമ്പോൾ മാത്രമേ തൻ്റെ കൈവശമുള്ള ഭൂപടങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ന്യായമുള്ളൂ. വഴിയാത്രയിൽ സൗകര്യപ്രദമായ ഏത് കുറുക്കുവഴിയും അയാൾ പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യന് മായയിലുള്ള പ്രവാസത്തിന്റെ കാലയളവ് വെട്ടിക്കുറയ്ക്കാൻ പ്രാചീന ഋഷീശ്വരന്മാർ പല മാർഗങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ കൈവിരലുകൾ കൊണ്ട് സമർത്ഥമായി ക്രമീകരിക്കാവുന്ന ചില യാന്ത്രികമായ വശങ്ങൾ കർമ്മത്തിന്റെ നിയമങ്ങൾക്കുണ്ട്. പ്രാർത്ഥന കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും യോഗധ്യാനം കൊണ്ടും പുണ്യാത്മാക്കളുടെ ഉപദേശം തേടിയും ജ്യോതിഷവിധി പ്രകാരമുള്ള വളകൾ ഉപയോഗിച്ചുകൊണ്ടും പല മാർഗങ്ങളിലൂടെ കഴിഞ്ഞ കാലത്തിലെ ദുഷ്കൃതങ്ങളുടെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുകയോ അസാധുവാക്കുകയോ ചെയ്യാം. കർമ്മഫലങ്ങളെ എരിച്ചു കളയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇടിമിന്നലിന്റെ ആഘാതം താങ്ങാൻ വീടുകളിൽ ചെമ്പുകമ്പികൾ ഘടിപ്പിച്ചിട്ടുള്ളതുപോലെ ശരീരമന്ദിരത്തെ ചില പ്രത്യേക മാർഗങ്ങൾ കൊണ്ട് സംരക്ഷിക്കാം. വൈദ്യുതകാന്ത പ്രസരങ്ങൾ പ്രപഞ്ചത്തിൽ നിരന്തരം സഞ്ചരിക്കുന്നു. അവ മനുഷ്യ ശരീരത്തെ ഗുണമായും ദോഷമായും ബാധിക്കുന്നു. സൂക്ഷ്മമായ ഈ പ്രപഞ്ച ശക്തികളുടെ ദോഷങ്ങളെ ചെറുക്കുന്ന പ്രശ്നം യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പരിചിന്തനം ചെയ്തിരുന്നു. ഗ്രഹങ്ങളുടെ ദോഷകരമായ പ്രഭാവത്തിനെതിരെ ശക്തമായി പ്രതിപ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ഒരു പ്രകാശം ശുദ്ധലോഹങ്ങൾ പുറപ്പെടുവിക്കുന്നതായി ഋഷീശ്വരന്മാർ കണ്ടെത്തി. ചില സസ്യ സംയോഗങ്ങളും ഇതിന് സഹായകമായി കാണപ്പെട്ടു. 2 കാരറ്റിൽ കുറയാത്ത കുറ്റമറ്റ രത്നങ്ങളും ഇതിൽപ്പെടും. അപ്പോ നമ്മൾ കാണാറുണ്ട് അല്ലെ, ചിലര് തുളസിമാല ധരിക്കും, രുദ്രാക്ഷം ധരിക്കും, കരിങ്ങാലിമാല ധരിക്കും, ചിലര് രത്നങ്ങൾ ധരിക്കും, ചിലര് രക്ഷകൾ ധരിക്കും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു വിശദീകരണമാണ് ഇതിനകത്ത് തന്നത്. നമ്മളെല്ലാം പിന്നിട്ട്, എല്ലാ കർമ്മങ്ങളെയും പിന്നിട്ട് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അതേ സമയത്ത് നമ്മൾ ഒരു ലെവലിൽ എത്തുന്ന വരെ നമ്മളിങ്ങനെയുള്ള സഹായങ്ങളും ഊന്നുവടികളും ഒക്കെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്
ഈ പുസ്തകത്തിൽ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ്, അല്ലാതെ എല്ലാവരും ചെയ്തോളണമെന്ന് ഒരു നിർബന്ധവും. എന്നാൽ ഒരുപാട് ചർച്ചകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ, ജ്യോതിഷത്തിനെ പറ്റിയും. ഒന്നും അന്ധമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സഹായകമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാം. അതിനു വേണ്ടിയുള്ളതാണ് നമ്മുടെ ബുദ്ധി. നമുക്ക് കിട്ടുന്ന ഓരോ നോളേജും നമ്മൾ വിസ്ഡത്തോടു കൂടി വേണം പ്രാവർത്തികമാക്കാൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ പാകത്തിന് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ള ഉൾക്കാഴ്ചയാണ് കിട്ടുക. ഒരു 20 വർഷം മുമ്പ് തൊട്ട് വായിക്കാൻ തുടങ്ങിയ ഒരു പുസ്തകമാണിത്. ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആത്മീയ പുരോഗതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. അപ്പോൾ ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.